അസ്സലാമലൈക്കും ആരിഫാണ് കേട്ടോ. മെട്രോ കയറി പോകാനുള്ള ഒരുപാടിലാണ് കേട്ടോ. ഞങ്ങൾ നേരെ പോണ നാളെ കശ്മീർ ഗേറ്റ് കണ്ടോ. പണ്ട് മുതൽക്ക് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കെട്ടി നിൽക്കണ വെള്ളല്ലേ ഒഴുകണ വഴിക്കണ യാത്ര ചെയ്യുമ്പോൾ, അതായത് ഒരുപാട് അനുഭവങ്ങളും അറിവും കിട്ടുന്നല്ലേ. ഇത്രയും വലിയ അറിവൊക്കെ എവിടുന്നാ ഞാൻ കിട്ടിയത് ദുനിയാവെന്ന്. നമ്മളെ പൈസ മുതലാക്കി അറിയാത്തോണമാരെ നമ്മളൊക്കെ ഒരു ഫാൻറ്റ് വാങ്ങി അത് കുറച്ച് ദിവസം ഇട്ടാ പിന്നെ ഒഴിവാക്കില്ലേ. എവിടെ ഒന്നും അങ്ങനെയല്ലടാ. ഇവിടെ ഫാനിന്റെ അടി കട്ട് ചെയ്യാണ്ട് ഒരു സഞ്ചി ആക്കി പൊതുപ്പാക്കി ചെയ്യും. അങ്ങനെ നമ്മൾ മണാലിക്ക് പോകാൻ ബസ് എത്തിട്ടോ. മരിബിനെ ബസ്സിൽ കയറേണ്ട എത്തി തിന്നാതെ കയറി കേട്ടോ. ചായക്ക് 100 രൂപയും ബ്രെഡിന് 200 രൂപ ആവണ അവസ്ഥകൾക്ക്. എന്നാലും നമ്മുടെ നാട്ടിൽ 10 രൂപ കിട്ടുന്ന ബ്രെഡിന്റെ ടേസ്റ്റും അതാണ് നേരത്തെ പറഞ്ഞടാ. നമ്മൾ യാത്രയും ഒരുപാട് എക്സ്പീരിയൻസും അറിവും കിട്ടുന്നു പറഞ്ഞില്ലേ. അത് കയ്യിൽ പെട്ടതാടാ. ഈ കാണാൻ റൊട്ടിക്ക് ഒന്നിനും കൊടുക്കണം 60 രൂപ. നമ്മുടെ നാട്ടിൽ 30 രൂപ ഏറി പോയ 30 രൂപ കിട്ടുന്ന ഫ്രൂട്ട് കേട്ടോ. ഇവിടെ നോക്കി ഞങ്ങൾ 70 രൂപ. ഇനിയിപ്പോ അതെങ്ങാനും വാങ്ങി കുടിച്ചാലോ അല്ലെ ടോണിക്ക് കുടിക്കുന്ന ചോയ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ എത്തിപ്പെടണേ വിചാരിച്ചിന്റെ സ്ഥലമായിട്ട് ഈ മണാലി എന്ന സ്ഥലം. എടാ നമ്മൾ എന്ത് കാര്യം നമ്മളെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചാൽ മതി. നമ്മളെ പഠിച്ചോട്ട് എത്തിച്ചിടാ. അങ്ങനെ മണാലി റൂമിൽ എത്തിട്ടോ. എന്നോട് 50,000 ആൾക്കാർ ചോദിച്ചു മണാലിക്ക് പോകാൻ എത്ര രൂപയായി. ഇന്ത്യ മണാലി ബ്ലോഗ് ഫുള്ള് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ എല്ലാ ബഡ്ജറ്റും കാര്യങ്ങളും ഒത്തടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ